പൊട്ടത്തരാണെങ്കിൽ നീ വിട്ടേക്ക്. ഈ ആക്സിഡന്റ് കേസ് ഏത് ഹോസ്പിറ്റലിൽ വന്നാലും അവരുടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമല്ലോ. സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു വിവരം ലഭിക്കാത്ത സ്ഥിതിക്ക് അവരാ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല, അതുറപ്പാ. പിന്നെ ചിലപ്പോ ആക്സിഡന്റ് ആയ ഷോക്കിലോ ആള് കൂടുന്നുള്ള പേടിയിലോ അവരാ കുട്ടിയെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം. പിന്നീട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടാവുന്ന നൂലാമാലകൾ ആലോചിച്ചപ്പോ അവര് ചിലപ്പോ ആ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. നീ ടെൻഷൻ അടിക്കണ്ട. അവന്മാരോട് ആ വണ്ടി നമ്പർ ഓർമ്മയുണ്ടോന്ന് ചോദിക്ക്. ആ വണ്ടി കിട്ടിയാ നമ്മുടെ കൊച്ചിനെയും കിട്ടും. നമ്പറൊന്നും നോട്ട് ചെയ്തില്ല. ഏത് കാറാന്ന് ഓർമ്മയുണ്ട? തിരക്കിന്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് വണ്ടിയിൽ ഉണ്ടായിരുന്നവന്മാരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു അടയാളം ഓർമ്മയുണ്ടോ? എന്തെങ്കിലും അടയാളം എന്ന് പറഞ്ഞാൽ അന്ന് നിന്റെ ഒരു സാധനം കിട്ടിയില്ല. ആശുപത്രിയിൽ കൊണ്ടോ? എന്താ നിന്റെ ആ സാധനം അല്ലൂന്ന് കാണിച്ചു കൊടുത്തു നോക്കി. അതൊന്നും കണ്ടറിയാൻ പറ്റില്ല ഏത് കാറാണെന്നൊന്നും. പിന്നെ എന്താ എന്ത് സാധനം? അതെന്നാ കറിന്ന് തെറിച്ച ഒരു സാധനമാണ്. അത് ഞാൻ തരില്ല, അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. നീ കൂടെ വന്നേ. കാണിച്ചാലോ, പക്ഷെ സ്വന്തമായിട്ട് തരില്ല. അമ്മ എന്താടാ? നേരെ എവിടെ ഇരിപ്പുണ്ട്. ഏതാണ് സാധനം? അയ്യോ, ഞാനത് വെച്ച് കഞ്ഞിറക്കണേന്. ഇപ്പൊ തരാച്ചി. ഇത് അംബാസിഡർ ലൈറ്റ് റിംഗ് അല്ലേ? ആണോ? അംബാസിഡർ ആണോ? ഒരു പഴയ കാർ. അതൊരു പഴയ പന്നാക്കുകാരായിരുന്നു. അതിന്റെ പുറമൊക്കെ തുരുമ്പിച്ചിരിക്കണ്ടായിരുന്നു. അത് തുരുമ്പിച്ചിരിക്കണായിരുന്നില്ല, അതിന്റെ പുറത്തൊക്കെ അറിയായിരുന്നു. എന്റെ കയ്യിലായിട്ട് എന്തോരം കഴിയട്ടെ പോയെന്നോ. കാറിന്റെ പുറത്ത് എന്ത് വീണ് കറാവാനാണ്? അത് തുരുമ്പിച്ചാണത്. അതൊക്കെ അറിയായിരുന്നടാ. കാറേ അതിപ്പോ കശുമാങ്ങ, വാഗ, ഞാവൽ ഇതിന്റെയൊക്കെ ചോട്ടിക്കിടക്കണ വണ്ടികൾക്കൊക്കെ കറയുണ്ടാവും. ഒരുപാട് നാള് എടുക്കാതെ അവിടെ തന്നെ ഇട്ടിരുന്ന ശരിക്കും കറ പറ്റും. അപ്പൊ പിന്നെ റീപെയിന്റ് ചെയ്യേണ്ടി വരും. വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നുവെച്ച് ഇല്ലടാ. ഇവിടെ ഇരുന്നു. എന്ത് പോട തുരുമ്പായിരുന്നത്. എടാ അത് കറയുന്നതാ. എടാ ഞാൻ കണ്ടല്ലേ തുരുമ്പായിരുന്നത്. എടാ പോഴാ, അത് കറയുന്ന അത് ഞാവൽപ്പഴം വീണേന്റെ പാടം. എടാ കാറിനോർത്ത് കുറച്ച് വീടുണ്ട്. അതും കൂടി എടുക്കട്ടെ. ഞാൻ ഈ കാറ് താൻ ഇന്നലെ വരുമെന്നാണ് ക്ലീറ്റസ് പറഞ്ഞത്. വണ്ടി നല്ല കണ്ടീഷനാ, സിംഗിൾ ഓണറാ. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ വണ്ടി ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ആ കിടപ്പ് കിടന്ന ഈ കോലത്തിലായത്. ഈ ലൈറ്റിന് റിങ്ങോട് അത് പോയോ? അതെ, ആ ഡേവീസ് എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. എന്റെ കൊച്ചുമോനാ, അവനാ വല്ലപ്പോഴും ഇതൊന്നും അനക്കണത്. ഈ ഡേവിസ് പോടുണ്ട്. ദേ ആ ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ സാർ? നിനക്കിതെന്തിന്റെ കുഴപ്പടാ? ഇതിന് മാത്രം പൊള്ളാൻ ആ പെണ്ണ് നിന്റെ ആരടാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണോ? ഇപ്പോഴും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന ഊള സെറ്റപ്പാണല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞപ്പം നീ അങ്ങോട്ട് കയറി കൊത്തി. അതേടാ, ഡേവിസിന്റെ വണ്ടി തന്നെയാ തട്ടിയത്. ഇനി അവളെങ്ങനെ ചത്തേന്ന് നിനക്കറിയണം. അത് ഞാൻ പറഞ്ഞാരോടാ. ഇല്ല മോനെ, എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. ഞാൻ തരൂല, അത് ശരിയാവൂല.
ഈ കഞ്ചാവടിച്ച് കണ്ണ് ചുവന്നിരിക്കുന്നവന്മാരൊക്കെ ഈ മരുന്ന് മേടിച്ച് കണ്ണിൽ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുക്കണ്ടെന്നാ പോലീസ് പറഞ്ഞിരിക്കുന്നത്. മരുന്ന് താ ചേച്ചി. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് തരില്ല. പോയേ പോയേ. ദേ ചേച്ചി, ഈ മരുന്നൊന്നും തന്നെ. തരാം. അതെ ചേട്ടാ, തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റല്. ടോക്കൺ എടുക്കുക, ഡോക്ടറെ കാണാം. പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇവിടെ വന്നാൽ ചേച്ചി മരുന്ന് തരും. ആ പിന്നെ ഈ അമ്മമാരുടെ പ്രായമുള്ളവരൊക്കെ റെഡി ബോഡിന്നൊന്നും വിളിക്കാൻ പാടില്ല. ചേട്ടനും ഉണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ശരിയാ. നീ ഇന്നാണോ നാട്ടിൽ പോണേ? ഇല്ല ചേച്ചി, നാളെ പോവും. ചേട്ടനും ഉണ്ടല്ലോ ഒരമ്മ, അവരെ പറ്റി ഒന്ന് ഓർത്താൽ മതി. എടാ നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ ഇല്ലല്ലോടാ. വണ്ടി എടുടാ. വണ്ടി എടുക്കും. ആശുപത്രിയിലേക്ക് വിട്ടോ. എടാ നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ ഇല്ലല്ലോടാ. കണ്ടാലും അറിഞ്ഞൂടെ, ഇതാ രാജന്റെ ആണ്. വണ്ടി എടുത്തടാ. എന്തിനാടാ വണ്ടി എടുത്തടാ. എടാ ഉമ്മാർ തന്നെയാണത് ചെയ്തത്. നിന്നെ കൊണ്ടൊരു മാങ്ങാത്തൊലി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയതല്ലേ, അവന്മാരെ പിടിച്ചോണ്ട് വാ, അപ്പം ഞാൻ കേസെടുക്കാം. അവന്മാർ ആ പാറമട കോളനിയിലുണ്ട്. നീ പോയി ഉണ്ടാക്കടാ. പോടോ പോയി ഉണ്ടാക്കടോ. മോനെ, നീ പാറമട കോളനിയിലേക്കാണോ? അത് കോളനിയല്ല, കോട്ടയാണ്. പാറമട അബ്ബയുടെ കോട്ട. കേറിയ പിന്നെ ഇറങ്ങാൻ പറ്റൂല. ഞാനവിടെ പോവും, അവന്മാരെ പൊക്കിക്കൊണ്ട് വരെയും ചെയ്യും. കേട്ടോ?